ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ആൻഡ് വെൽക്കം ബാക്ക്. താങ്ക് യു സോ മച്ച്. യെസ്, ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു എങ്ങനത്തെ പെർഫോമൻസ് ആണ് ഇപ്പോൾ നിലവിൽ കാഴ്ചവെക്കുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റിലേക്ക് പോകാം. ആദ്യം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഒരു കനത്ത സെൽ ഓഫ് നമ്മൾ കണ്ടായിരുന്നു. അതിൽ നിന്നും തിരിച്ച് ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് കയറുമോ എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പോസിറ്റിവിറ്റിയാണ് ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നത്. ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ നിഫ്റ്റി 50 ട്രേഡ് ചെയ്യുന്ന സമയത്ത് 24,700 എന്നുള്ളൊരു നിർണായകമായിട്ടുള്ള ലെവൽ ഈ മിനിറ്റിൽ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. സെക്ടേഴ്സിലൊക്കെ തന്നെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ്. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രധാനപ്പെട്ട ബെഞ്ച്മാർക്ക് ഇൻഡീസസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് നോട്ടിലായിരിക്കുമോ എന്നുള്ള ഒരു വലിയൊരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു പോസിറ്റീവ് മുന്നേറ്റമാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. സർ, ഏതായാലും ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി താരിഫിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥ തന്നെയാണ് മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ, അല്ലെങ്കിൽ അമേരിക്കയുമായി ഇതുവരെയും കരാറിലെത്താത്ത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ഇമ്പോർട്ട് ഡ്യൂട്ടി 10% നിന്നും 15 മുതൽ 20% ഉയർത്തുമെന്നുള്ള ഒരു ഭീഷണി ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡെഡ് ലൈൻ അവസാനിക്കാനായിട്ട് ഇനി ഒരു 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിപ്പുറത്തേക്ക് തീരുമാനങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അമേരിക്ക നിശ്ചയിക്കുന്ന രീതിയിലേക്കായിരിക്കും പോവുക. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മൾ ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ടത് എന്തൊക്കെയാണ്? ജാസ്മിൻ, ആദ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ 19-year-old ദിവ്യ ദേശ്മുഖ് വേൾഡ് ചെസ് വിമൻസ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനും. കാര്യം ഈ പറഞ്ഞ പോലെ അതൊരു വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ചെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിജയമൊക്കെ വരുമ്പോഴല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് മറ്റുള്ള സ്പോർട്സിനെക്കാട്ടിലും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മാത്രം ബുദ്ധിയും സ്കില്ലും പേഷ്യൻസും യൂസ് ചെയ്യേണ്ട ഗെയിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഗെയിംസിന് അതില്ല എന്നല്ല പറഞ്ഞത്. എങ്കിലും ചെസ്സിനൊരു പ്രത്യേക സ്ഥാനം നമ്മൾ പൊതുവെ ഒരു ഇൻ്റലക്ച്വൽ എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ അതിനെ അസ്യൂം ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. കമ്മിങ് ബാക്ക് ടു മാർക്കറ്റ്, പറഞ്ഞത് ശരി തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ 2-3 ദിവസമായിട്ട് ചെറിയൊരു കറക്ഷൻ തന്നെ നേരിട്ടിരുന്നു. നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ള. ബട്ട് ഞാനൊന്ന് നോക്കുമ്പോഴേ, ഞാൻ 2 ദിവസമായിട്ട് ഞാൻ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാമായിരുന്നില്ല. ബട്ട് ഞാൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ വലിയൊരു സെല്ലിങ്ങിനെക്കാട്ടിലും ഒരു ബൈയിങ് ഇല്ലായ്മയാണ്. അതായത് നമ്മൾ വോളിയൂംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് ശരിക്കും മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഓവർ സോൾഡ് സിറ്റുവേഷനിലാണ് മാർക്കറ്റ് കാണുന്നത്. അതായത് നമ്മൾ ഏത് പാരാമീറ്റേഴ്സിൽ കൂടുതൽ നോക്കുകയാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ സെല്ലിംഗ് മാർക്കറ്റിലായി എന്നാണ്. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫിഗേഴ്സ് വെച്ച് നോക്കുമ്പോൾ സെല്ലിംഗ് അല്ല ശരിക്കും സംഭവിച്ചേക്കുന്നത്. അത്രയ്ക്ക് മാത്രം ബയേഴ്സ് ഇല്ല. അതായത് ഒരു ലാക്ക് ലസ്റ്റർ മാർക്കറ്റ്, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാർക്കറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ജൂൺ 2025 ആവറേജ് ആയിട്ട് നമ്മളൊരു വോളിയൂം നോക്കുകയാണെങ്കിൽ 1,13,400,000 റേഞ്ചിലാണ്. അത്രയും ക്രോറിലാണ് നമുക്ക് ഏതാണ്ട് ഒരു വോളിയൂം നിൽക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ജൂണിൽ നിന്ന് ജൂലൈ വരുമ്പോഴത്തേക്കും വീണ്ടും കുറയുന്നു. അത് കഴിഞ്ഞ് ജൂലൈ 28 ഒക്കെ, അതായത് 28-ാം തീയതി ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വോളിയം. അപ്പം മാർക്കറ്റിൽ വോളിയം കുറഞ്ഞു വരികയാണ്. അതിൻ്റെ അർത്ഥം മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സെല്ലിംഗ് ഉള്ളതിനെക്കാട്ടിലും ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, എന്തോ ഒരു ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിൻ്റെ മുകളിൽ ഒരു മേഘം പോലെ നിറഞ്ഞു നിൽക്കണ കാരണം ബയേഴ്സിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റ് ടേംസിൽ പറയുന്നത് ബയേഴ്സ് സ്ട്രൈക്ക് എന്നാണ്. അതായത് ബയേഴ്സ് ഏതാണ്ട് സ്ട്രൈക്കായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് ബൈയിങ് അധികം നടക്കുന്നില്ല. അപ്പോൾ കണ്ടിടത്തോളം മാർക്കറ്റ് ഒരു ഓവർസോൾഡ് കണ്ടീഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കണം നമുക്ക് മാർക്കറ്റിൽ. ടെക്നിക്കലി ഒരു ബൗൺസ് ബാക്കിൻ്റെ സമയമായി എന്നുള്ളത് തന്നെ നമുക്കൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ പ്ലേ ഔട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പുൾ ബാക്ക് നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ വി നീഡ് ടു ബി വെരി കെയർഫുൾ എന്നുള്ളത് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു വെക്കാം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് പൊതുവെ ഓവർ വാല്യൂഷൻ സോണിലായിരുന്നു. അതായത് ഇൻ റിലേഷൻ ടു ഏർണിങ്സ് അല്ലെങ്കിൽ ഇൻ റിലേഷൻ ടു മാർക്കറ്റ് ക്യാപ് ടു GDP നമ്മൾ എന്തൊക്കെ പാരാമീറ്റർ നോക്കിയാലും ആ പാരാമീറ്റർ വെച്ചുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ സൂപ്പർ ഓവർ വാല്യൂഡ്, ഒരു റെഡ് ഹോട്ട് പരിവമാണോ എന്ന് വെച്ചാൽ അതുമല്ല. എങ്കിലും ഓവർ വാല്യൂഡ് സ്റ്റേച്ചറിലാണ് ഇന്ത്യൻ മാർക്കറ്റ് നിലനിന്നതെന്നുള്ളത് ഒരു വാസ്തവം തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ഏർണിങ്സിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നില്ല മാർക്കറ്റിന്റെ വാല്യൂഷൻ. അതായത് ഏർണിങ്സ് ഇപ്പം നല്ലൊരു ശതമാനം ഏർണിങ്സ് ഗ്രോത്ത്, ഒരു 8% 10% നിഫ്റ്റിയിൽ ഒരു ഏർണിങ്സ് ഗ്രോത്ത് വന്നു, അല്ലെങ്കിൽ 10% ഏർണിംഗ് ഗ്രോത്ത്, ഒരു ഡബിൾ ഡിജിറ്റ് ഏർണിംഗ് ഗ്രോത്ത് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മാർക്കറ്റ് വേണമെങ്കിൽ ഓപ്റ്റിമം വാല്യൂ ടു അണ്ടർ വാല്യൂഡ് എന്നുള്ള ലെവലിലേക്ക് പറയാം. ഇത് ഏർണിങ്സ് തൊട്ട് നന്നായിട്ട് വന്നിട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിലും നമ്മൾ ഈ പറയുന്ന പോലെ FY
എന്താ 25 Q4 ഏർണിങ്സും മോശമായിരുന്നു. ഇതുവരെ Q1 വന്ന ഏർണിങ്സ് നമുക്ക് അത്രയ്ക്ക് സന്തോഷകരമായിട്ടുള്ള. അപ്പോൾ ഇൻ റിലേഷൻ ടു ഏർണിങ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ എന്തെങ്കിലും ഒരു ഹാൻഡ് ഓവർ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണെന്നുള്ള സത്യം തന്നെയാണ്. പിന്നെ രണ്ടാമത് ടാരിഫിന്റെ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം. ഇപ്പോൾ ജാസ്മിൻ നേരത്തെ സൂചിച്ച പോലെ August 1 എന്ന് പറയുന്ന ഡെഡ് ലൈനിലേക്ക് വരുന്നു. നമ്മൾ ആദ്യം സൈൻ ചെയ്യാൻ പോകുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കും. ആദ്യത്തെ 5 എണ്ണത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ 3 എണ്ണത്തിൽ ഇന്ത്യ ആയിരിക്കും എന്ന് വിശ്വസിച്ചിരുന്നത് നമുക്ക് എല്ലാം തെറ്റി എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് വളരെ ഓവർ കോൺഫിഡൻസോട് കൂടിയാണ് ഇന്ത്യ August 1 മുമ്പേ തന്നെ സൈൻ ചെയ്യുന്നത് വിശ്വസിച്ചത്. അപ്പോൾ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് അതിനകത്ത് വിശ്വാസം അർപ്പിച്ചിരുന്നത്. ഇപ്പം ഏതാണ്ട് മാർക്കറ്റിന് മനസ്സിലായി തുടങ്ങി August 1 നമ്മൾ സൈൻ ചെയ്യില്ല. അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെന്റ് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ള. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ UK ആയിട്ട് ഡീൽ സൈൻ ചെയ്തു, യൂറോപ്യൻ യൂണിയൻ ആയിട്ട് സൈൻ ചെയ്തു, ഇന്തോനേഷ്യ ആയിട്ട് സൈൻ ചെയ്തു, വിയറ്റ്നാം ആയിട്ട് സൈൻ ചെയ്തു, ജപ്പാനായിട്ട് സൈൻ ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നു ഏതാണ്ട് US ആയിട്ടുള്ള ട്രേഡ് ഡീല് ഞങ്ങൾ ക്ലോസിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പാകിസ്ഥാനും പറയുന്നു. ചൈനയായിട്ടുള്ള, അതായത് ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള രാജ്യമായിട്ടുള്ള ചൈന ആയിട്ടുള്ള ഏതായാലും ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ അവർ ഐഡന്റിഫൈ ചെയ്തു. അതിന്റെ മുകളിൽ ടോക്സ് നടക്കുന്നു. വീണ്ടും അവർക്കൊരു 90 ഡേയ്സിന്റെ മൊറട്ടോറിയം എക്സ്റ്റൻഷൻ കൊടുത്തു. എന്നിട്ടും ഇന്ത്യ ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണാമെന്നുള്ളത്. ഇപ്പോൾ മാർക്കറ്റ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഏതാണ്ട് August 1 മുമ്പേ സൈൻ ചെയ്യുന്നതാണ്. അത് ഏതാണ്ട് മാർക്കറ്റിന് ഒരു ഡിസപ്പോയിൻമെന്റ് ആയിട്ട് വന്നു. നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു വെച്ചു, ഇൻ കേസ് ഇന്ത്യ US ഡീൽ സൈൻ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസിനും ഇന്ത്യൻ എക്കണോമിക്ക് അത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല. കാര്യം കോസ്റ്റ് ഓഫ് എക്സ്പോർട്ട്സ് വിൽ ഗോ അപ്പ്. അല്ലേ, നമ്മൾ 100 രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്ന സാധനം ഇനി 110, 115, 120, 125 മാറും എന്നുള്ളതാണ്. ആ പ്രൈസ് റൈസ് എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചൊരു ധാരണ നമ്മൾ അറിഞ്ഞു വെച്ചു. അതായത് എന്തൊക്കെ പ്രൈസ് ഇൻക്രീസ്, അതായത് ഇമ്പോർട്ട് ടാരിഫ് മൂലം വരുന്നു അമേരിക്കൻ പോർട്ടിൽ, അതിനെ ചിലപ്പോൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് എക്സ്പോർട്ട് ചെയ്യണ കൺട്രി, അതായത് എക്സ്പോർട്ട് ചെയ്യണ കമ്പനി ഒരു 33% ഹിറ്റ് എടുക്കും. ഇമ്പോർട്ട് ചെയ്യണ അമേരിക്കയിലെ കൺട്രി ഏതാണ്ട് 33% ഹിറ്റ് എടുക്കും. 33% കൺസ്യൂമറിന് പാസ് ചെയ്യും. ഇങ്ങനെ ആയിരിക്കുമല്ലോ, അത് 3-1 ഇത് പോകുന്നതെന്നുള്ള. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചും ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചും 100 രൂപയ്ക്ക് ചെയ്തിരുന്ന സാധനം തീർച്ചയായിട്ടും ഒരു പരിധി വരെ കോസ്റ്റ് ഓഫ് എക്സ്പോർട്ട്സ് ഇൻക്രീസ് ചെയ്യുന്നുള്ള. അപ്പോൾ ഡീൽ സൈൻ ചെയ്താലും ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു നെഗറ്റിവിറ്റി ഉണ്ട്. ഡീൽ സൈൻ ചെയ്തില്ലെങ്കിലും ആ എക്സ്പെക്ടേഷൻസിന് ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. ഇതൊന്നും കൂടാതെ തന്നെ ഈ ടാരിഫുകൾ ഇന്ത്യ US നമ്മളുള്ള സ്റ്റാൻഡ് അലോൺ ടാരിഫ് കൂടാതെ തന്നെ ട്രംപ് പറഞ്ഞു വെക്കുന്നു സെക്ടറൽ ടാരിഫ് ഉണ്ടാവും. അതായത് ഫാർമയുടെ ഒരു ടാരിഫ്, അതായത് ഫാർമ ബിസിനസ് ഷുഡ് കം ബാക്ക് ടു US. അതുകൊണ്ട് ഞങ്ങൾ ഫാർമയിലേക്ക് ഇനി വിത്തിൻ ഡേയ്സ്, അതായത് ഇനി ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കാം, അതിനുള്ളിൽ സംതിങ് ബിഗ് ഈസ് കമ്മിങ് ഫാർമ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത് വേറൊരു കാര്യം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വേറൊരു ടാരിഫിന്റെ മേഘം എന്ന് പറയുന്നത് ബ്രിക് കൺട്രീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രംപ് വയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടാരിഫാണ്. അതിന്റെ നൂലാമാലകളൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സേയിങ് അവിടെയുണ്ട്. ഇതുകൂടാതെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരു ടാരിഫും കൂടെ ഇന്ത്യ അഫക്ട് ചെയ്യേണ്ട. അതായത് ഇന്ത്യ US ട്രേഡ് ടാരിഫ് 1, രണ്ടാമത് ഈ പറയുന്ന പോലെ സെക്ടറൽ ടാരിഫ്, 3 എന്ന് പറയുന്നത് ബ്രിക്സിന്റെ ടാരിഫ്, 4 എന്ന് പറയുന്നത് നമ്മൾ റഷ്യയായിട്ട് ട്രേഡ് നടത്തുന്നത് കാരണം, എസ്പെഷ്യലി ക്രൂഡിൽ ട്രേഡ് നടത്തുന്നത് കാരണം ഏതാണ്ട് 100% ടാരിഫ് റഷ്യയുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സായ ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും വയ്ക്കണം എന്നൊരു കോറസ് അമേരിക്കയിൽ ഇങ്ങനെ പാട്ടുപാടി നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനത്തെ 3-4 ടാരിഫിന്റെ ഇഷ്യൂസും കൂടെ ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. അതിന്റെ മുകളിൽ തന്നെ ഓവർ വാല്യൂഷനും ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഇതൊന്നും കൂടാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിലെ പ്രൊമോട്ടർ സെല്ലിംഗ് നമ്മൾ നടന്നു കണ്ടും കഴിഞ്ഞാണ്. നമ്മൾ മെയ് മാസം ജൂൺ മാസമൊക്കെ നമ്മൾ പറഞ്ഞു ഏതാണ്ട് 1,30,000 കോടിയോളം പ്രൊമോട്ടർ ബ്ലോക്ക് ഡീലിൽ കൂടെയും ബൾക്ക് ഡീലിൽ കൂടെയും സെല്ല് ചെയ്തു. അതായത് പ്രൊമോട്ടേഴ്സും FIIസും സെല്ല് ചെയ്യുന്നു. അത് ബൈ ചെയ്യുന്ന കംപ്ലീറ്റ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സും റീറ്റെയിലേഴ്സും. ഇന്ത്യൻ റീറ്റെയിലേഴ്സിന്റെ പൈസ തന്നെയാണ് എല്ലാം എന്നുള്ള കാര്യം. റീറ്റെയിലേഴ്സ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതും റീറ്റെയിലേഴ്സ് മ്യൂച്വൽ ഫണ്ട് വഴി പോകുന്നതും സെയിം തന്നെയാണ്. കാര്യം മ്യൂച്വൽ ഫണ്ട് എന്താ, മ്യൂച്വൽ ഫണ്ടിന് സ്വന്തമായിട്ട് കാശൊന്നുമില്ല. റീറ്റെയിലേഴ്സിന് ഇന്ന് സിപ്പ് മണി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മണി കളക്ട് ചെയ്യുന്നത് ഈ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഓണർഷിപ്പ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ FIIസിന്റെയും പ്രൊമോട്ടേഴ്സും ഒക്കെ ഒന്ന് സെല്ല് ചെയ്തിട്ട് റീറ്റെയിലേഴ്സിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയെന്ന്. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് നമ്മുടെ എല്ലാവരെയും തലയ്ക്ക് കൊണ്ടുവച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ച വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്. പിന്നെ
നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വേറൊരു വലിയൊരു ഇഷ്യൂ നടന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് അടുത്ത കാലത്തൊന്ന് കയറിയിരുന്നല്ലോ. അതായത് നമ്മൾ ഏതാണ്ട് ഒരു 3% 4% എവേ ഫ്രം ഓൾ ടൈം ഹൈ ആയിരുന്നു. 25,600 ഒക്കെ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓൾ ടൈം ഹൈ എത്താനുള്ള ചാൻസ് കൂടുതലുണ്ട്. എല്ലാ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും അങ്ങനെയാണ്. ലോറൻസ് ബലാങ്കോ വരെ പറഞ്ഞത് ഏതാണ്ട് നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ള അങ്ങനത്തെ ഒരു ടെക്നിക്കൽ സെറ്റപ്പ് നമ്മളിവിടെ റിപ്പോർട്ടും ചെയ്തിരുന്നു. ബട്ട് ഈവൻ ദെൻ മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്തിരുന്നത് കംപ്ലീറ്റ് ആ സിലിണ്ടർ എന്ന് പറയുന്നത് ഫിനാൻസ് ആൻഡ് ബാങ്ക്സ് ആയിരുന്നു. ഈ ഫിനാൻസ് ആൻഡ് ബാങ്ക്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് ഏതാണ്ട് ഒരു പ്രതീതി ക്രിയേറ്റ് ചെയ്തത് ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്നു. എന്നാൽ നമ്മൾ അന്നും പറഞ്ഞു മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ എത്തണമെങ്കിൽ റിലയൻസിന്റെ കോൺട്രിബ്യൂഷനും IT ഇൻഡെക്സിന്റെ കോൺട്രിബ്യൂഷനും വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഏതായാലും റിലയൻസിന്റെ കോൺട്രിബ്യൂഷനും നടന്നില്ല, IT ഇൻഡെക്സിന്റെ കോൺട്രിബ്യൂഷനും നടന്നില്ല. അത് മാത്രമല്ല ബാങ്ക്സിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു അടിയും കൂടെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ബാങ്ക്സിന്റെ റിസൾട്ട്സ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതായത് ബാങ്ക്സിന്റെ റിസൾട്ടിന്റെ എക്സ്പെക്ടേഷനിൽ നമ്മൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറയും അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു. കാര്യം അടുപ്പിച്ച് വന്ന മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ കൊണ്ടുവന്നു അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ കൊണ്ടുവരുമ്പോൾ എസ്പെഷ്യലി ലാസ്റ്റ് മോണിറ്ററി പോളിസിയിൽ 50 ബേസിസ് പോയിന്റ്സ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഈ ബാങ്കിന്റെ ലോൺ ബുക്കിൽ ഇമീഡിയറ്റ്ലി തന്നെ ഫ്ലോട്ടിംഗ് റേറ്റ് എടുക്കണ എല്ലാ എണ്ണത്തിന്റെ EMI കുറയും. എന്നാൽ നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതിന്റെ ടെന്യൂർ കഴിയുമ്പോൾ മാത്രമേ ആ ഒരു കുറവ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ആ ഗ്യാപ്പ് അങ്ങനെ തന്നെ ഒന്ന് കോൺട്രാക്ട് ചെയ്യും ആദ്യത്തെ 1-2 ക്വാർട്ടർ. അത് കഴിഞ്ഞാൽ അതൊന്ന് നോർമലൈസ് ആവുള്ളൂ എന്നുള്ള കാര്യം. പുതിയ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ബുക്ക് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. അപ്പോൾ EMIയും ഇതും തമ്മിലൊരു ട്രാക്ഷനിലാവും. ബട്ട് ആദ്യത്തെ 2 ക്വാർട്ടറിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇമ്പാക്ട് എസ്പെഷ്യലി ഫസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ചെറിയൊരു കംപ്രഷൻ വന്നാലും മാർക്കറ്റ് അത് അബ്സോർബ് ചെയ്തതിനെടുത്തേ. പക്ഷേ കൂനിൽമേൽ കുരു അല്ലെങ്കിൽ അബദ്ധവശാൽ നമുക്ക് കിട്ടിയ അടി എന്നറിയോ, ഈ ബാങ്കുകളുടെ എസ്പെഷ്യലി എല്ലാവരുടെയും ഈ മാർക്കറ്റ് കമൻട്രി ഒക്കെ നന്നായിരുന്നെങ്കിലും കോട്ടക് ബാങ്കിന്റെ ഒക്കെ ഞാൻ ഇല്ലാത്ത ദിവസം റിസൾട്ടൊക്കെ വന്നു നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വന്നത് അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേഷൻ. ഈ അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേഷൻ വന്നത് കാരണം പ്രൊവിഷൻസും ഇൻക്രീസ് ചെയ്തു. ഇത് ഇന്ത്യൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്ത്യൻ മാർക്കറ്റ് ഒരിക്കലും ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ചെറുതായിട്ട് കംപ്രസ് ചെയ്യും റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഇൻക്രീസ് ചെയ്യുന്നുള്ളത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഇന്ത്യൻ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ആ എഞ്ചിൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽസ് ആൻഡ് ബാങ്ക്സ് ആയിരുന്നു. ഇൻഡെക്സിന് ITയുടെ കോൺട്രിബ്യൂഷനോ റിലയൻസിന്റെ കോൺട്രിബ്യൂഷനോ ഇല്ലാത്തടത്തോളം കാലം അവിടെയും ഒരു അടി കിട്ടിയപ്പോൾ അതും നേരെ തിരിഞ്ഞതോടുകൂടി മാർജിൻ പ്രഷറിന്റെ പിന്നാലെ തന്നെ ഈ പറയുന്ന NPA അടക്കം കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം വരുന്നു അല്ലെങ്കിൽ അത് വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും അസറ്റ് ക്വാളിറ്റി അത് കാര്യമായിട്ട് ബാധിച്ചു. വന്നിട്ടുള്ള എല്ലാ ബാങ്കിങ് സെക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെയും ഒക്കെ തന്നെ അവസ്ഥ ഇത് തന്നെയാണ്. അതെ. അപ്പൊ എവിടെയാണോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏത് എഞ്ചിനാണ് ഫയർ ചെയ്തുകൊണ്ടിരുന്നത് അത് പെട്ടെന്ന് ഓഫായി പോയി എന്നുള്ളതാണ്. അപ്പൊ അതും കൂടെ ഓഫായി പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് താഴേക്ക് പോയി എന്നുള്ളത് ഓക്കെ. ടെക്നിക്കലി ചിലപ്പോൾ ഓവർ സോൾഡ് ആയിരിക്കാം. നമ്മൾ നോക്കുമ്പോൾ വോളിയം കുറഞ്ഞിട്ടാണ് മാർക്കറ്റിൽ കാണുന്നത്. അതായത് ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ അല്ലെങ്കിൽ മിനിങ്ങാന്ന് ഞാൻ ഉദ്ദേശിച്ച ലാസ്റ്റ് ട്രേഡിംഗ് ആയ വെള്ളിയാഴ്ചയൊക്കെ ഒരു സെല്ലിംഗ് വന്നത് ലോവർ വോളിയത്തിലായതുകൊണ്ടും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പുൾ ബാക്ക് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ മാർക്കറ്റ് തിരിയാനുള്ള ഏറ്റവും ആവശ്യം 1 ഡേ ഓഫ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. അത് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത്. ഇന്ന് നടക്കുമോ അല്ലെങ്കിൽ നാളെ നടക്കുമോ എന്നുള്ളത് നമുക്ക് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞില്ലേ ഇന്ത്യൻ മാർക്കറ്റിൽ പൊതുവേ തന്നെ ഇപ്പം നമ്മൾ റിയാലിറ്റി, അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഒക്കെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ അസുഖം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്ത് മാർക്കറ്റ് വരും. അതായത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെല്ലാ നെഗറ്റീവ് ന്യൂസിനെ അങ്ങ് അവോയ്ഡ് ചെയ്യും. നമ്മൾ ഓവർലുക്ക് ചെയ്യും, നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവും, കോംപ്ലൈസൻസി ക്രീപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നെഗറ്റീവ് വരുമ്പോൾ എല്ലാ നെഗറ്റീവ് കമൻട്രി എഴുതി തുടങ്ങും. ഇനി ടാരിഫിന്റെ നൂലാമാലകളൊക്കെ ഇനി പല പത്രക്കാരും അല്ലെങ്കിൽ പല TV ചാനൽസും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നുള്ള. ഇപ്പൊ രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ US സംബന്ധിച്ച് ഇപ്പൊ US ആയിട്ടുള്ള ട്രേഡ് ഡീൽ നമ്മൾ പറയണല്ലോ. ഇപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ആണല്ലോ ഇന്ത്യ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു PLI സ്കീം തന്നെ. അതിനകത്ത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് നമ്മൾ എവിടെ നിന്നാണ് കമ്പോണൻസ് വരുന്നത്? ചൈന. നമ്മൾ എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യണത്? US-ലേക്ക്. നമ്മൾ വെറും ഒരു അസംബിളിംഗ് രാജ്യം മാത്രമായി. അതായത് നമ്മുടെ ഈ കേപ്പബിലിറ്റി വേറെ ഏത് രാജ്യത്തിന് വേണ്ടിയും റെപ്ലിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ എത്രത്തോളം എന്താ പറയുക ബ്രിട്ടിലാണ് നമ്മുടെ വാല്യൂ ചെയിൻ എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്സും സ്റ്റേറ്റ് ഗവൺമെന്റ്സും ഒക്കെ മാറി ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാനും ഇൻഡസ്ട്രിയെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇല്ല എന്ന് പറയില്ല. കറപ്ഷനും നന്നായിട്ട് സിസ്റ്റത്തിൽ കുറഞ്ഞു എന്നുള്ള. ബട്ട് ഈവൻ ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയൊന്നും പോരാ. ദിസ് ഈസ് നോട്ട് ഇനഫ് ഫോർ ഇന്ത്യ. അതായത് കാലം അത്ര രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള. ഓരോ ഡെവലപ്മെന്റ്സും ഓരോ രാജ്യങ്ങളും മുന്നോട്ട് പോകണം. ആ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ റിഫോംസ് നമുക്ക് സാധാരണ ഒരു ഇന്ത്യൻസിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇതെങ്കിലും നടക്കുന്നുണ്ടല്ലോ, അത് പോരാ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഞാൻ അതുകൊണ്ട് ചേർത്ത് വായിക്കുന്നത് നമ്മുടെ TCSന്റെ ലേ ഓഫും കൂടെയാണ്. കാര്യം എന്തുകൊണ്ട് ലേ ഓഫ് നടന്നു എന്നുള്ളതും കൂടെ നമുക്ക് പറഞ്ഞു വെക്കണം എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ
നമ്മുടെ ആ ഒരു വാല്യൂ ചെയിൻ ബ്രിട്ടിലാണ്. നമ്മൾ എന്ത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളത് നമ്മൾ ടൈറ്റായിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കണമെന്നുള്ള പിന്നെ ഒരു വില്ലനായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഓയിൽ ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് $70 പെർ ബാരലായി. ഓയിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിക്കും റോ മെറ്റീരിയലായിട്ടും ഇൻപുട്ടായിട്ട് വരുന്ന ഒരു സാധനം തന്നെയാണ്. ഇൻഫ്ലേഷനെ ഡ്രൈവ് ചെയ്യാനുള്ള ചാൻസും ഓയിലുണ്ട്. ഓയിൽ ഏതായാലും 70 നിന്നിട്ട് താഴോട്ട് വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ആകപ്പാടെ പ്ലസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം ഈ ഇൻകം ടാക്സ് റേറ്റ് കട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നുള്ളത്. ബട്ട് അത് മാത്രം വെച്ചിട്ട് കൺസംഷൻ ഡ്രൈവ് ചെയ്യുന്നില്ല എന്നുള്ളത് Q1 റിസൾട്ട്സ് നിന്ന് കാണിച്ചു വരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം. ഞാനില്ലാത്തപ്പോൾ നടന്ന ഒരു ന്യൂസാണ് ഈ TCSൽ ഈ പറഞ്ഞ പോലെ ബേസിക്കലി ഞാനും ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ട്രേഡ് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഞാൻ എനിക്ക് ഈ TCSന്റെ 12,000 അതായത് ഗ്ലോബൽ വർക്ക് ഫോഴ്സിന്റെ 2% അല്ലേ 2% കട്ട് ചെയ്യുക. അവർ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല റീസൺ എന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന പോലെ അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം മിസ്മാച്ച് എന്നാണ്. അതായത് സ്കിൽ മിസ്മാച്ച്, അതായത് അവരുടെ ഡിമാൻഡും അവരുടെ ഈ സപ്ലൈ ഡിമാൻഡ് എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുക, സപ്ലൈ എന്ന് പറയുന്നത് അവരുടെ ഈ ടാലന്റ് ഫോഴ്സ് ആണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന പ്രോജക്റ്റ്, അതിൻ്റെ ഒരു മിസ്മാച്ച് വെച്ചിട്ടാണ് അവർ ഈ ലേ ഓഫ് ചെയ്തേക്കണം എന്നുള്ള ഞാൻ TCSന്റെ കാര്യങ്ങളിലേക്ക് വരാം. ബട്ട് ഈ August 1 എന്ന് പറയുന്ന ഡെഡ് ലൈൻ ഓൾറെഡി ആയി. അപ്പോൾ മിക്കവാറും നമുക്ക് തോന്നുന്നു നെയിം സേക്കിനെങ്കിലും, കാര്യം ഇന്ത്യക്കെതിരെ ഒരു നല്ല കാര്യം നടക്കുന്ന കാര്യം വെച്ചാൽ US അഡ്മിനിസ്ട്രേഷനോ ട്രംപോ നെഗറ്റീവ് പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി ഒരു മിനി ട്രേഡ് ഡീൽ എന്നുള്ള എന്തെങ്കിലും പീയൂഷ് ഗോയലിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ട്രേഡ് ടോക്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്, ഉടനെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇൻ കേസ് ഓഫ് ഒരു മിനി ട്രേഡ് ഡീൽ എങ്കിലും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മിനി ട്രേഡ് ഡീൽ നടക്കാനുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാര്യം ഇന്ത്യ മാത്രമല്ല, അവിടെ വരുന്ന 2 രാജ്യങ്ങളും കൂടെ ഉണ്ട്. അതായത് സൗത്ത് കൊറിയ, തായ്ലൻഡ്. ഈ തായ്വാനും സൗത്ത് കൊറിയയും ഇന്ത്യയും കൂടെ ചേർന്ന് അമേരിക്കൻ ഇമ്പോർട്ട്സിൻ്റെ ഏതാണ്ട് 10% വരുന്നുണ്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പാർട്ട്നേഴ്സാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തായ്വാനും ഇന്ത്യയും സൗത്ത് കൊറിയയും. അപ്പോൾ എനിക്ക് തോന്നുന്നു August 1 മുമ്പേ എന്തെങ്കിലും ഈ 3 രാജ്യങ്ങളായിട്ട് എസ്പെഷ്യലി ഇന്ത്യ ആയിട്ടും ഒരു മിനി ട്രേഡ് ഡീൽ അനൗൺസ് ചെയ്തിട്ട് ഒരു ഫുൾ ഫ്ലെജ് ട്രേഡ് ഡീൽ August മിഡിലൊക്കെ ആകുമ്പോൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു അൾട്ടിമേറ്റം ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് 10-12 ദിവസത്തിനുള്ളിൽ ഒരു സീസ് ഫയർ ആവണം എന്നുള്ളതാണ്. അതിന് അദ്ദേഹം വാശി പിടിക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ റഷ്യയുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് എഗെയിൻസ്റ്റ് വെച്ചിരിക്കുന്ന 100% ട്രേഡ് ഡീല് 100% എന്നുള്ളത് പ്രാവർത്തികമാകുമോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു ഹെഡ് വിൻഡായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള നല്ലൊരു കാര്യം. തായ്ലൻഡും കാംബോഡിയയും തമ്മിൽ ഒരു സീസ് ഫയർ ആയി എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ടാരിഫിൻ്റെ കാര്യത്തിൽ ട്രംപിൻ്റെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. August 1 കംപ്ലൈ ചെയ്യാത്ത കൺട്രീസിന് 10-15% ടാരിഫ് വയ്ക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് പറഞ്ഞു വയ്ക്കും. ഇപ്പോൾ US മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ US ഏർണിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 33% ഓഫ് മാർക്കറ്റ് ക്യാപ്പ് ഓഫ് S&P റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യും. 33%. അതിൽ 60-70% കമ്പനികളിൽ വരെ നല്ല റിസൾട്ട്സ് ആണ് കൊണ്ടുവന്നത്. അതായത് ടാരിഫിൻ്റെ ആ ഒരു ക്ലൗഡ്സ് ഒക്കെ അവിടെ നിലനിൽക്കുകയും അമേരിക്ക എന്താ പറയുക റിസഷനിലേക്ക് പോകും എന്ന് പറയുന്ന കമൻട്രിയുടെ ഇടയ്ക്കാണ് ഇത്രയും റിസൾട്ട് വന്നതിൽ 70% കമ്പനികളും പോസിറ്റീവായിട്ടുള്ള ഏർണിങ്സ് ഗ്രോത്ത്, അതായത് EPSന്റെ എക്സ്പെക്ടേഷനെ മറികടന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏതാണ്ട് ഒരു 37% ഓഫ് S&P 500 കമ്പനീസ്, S&P 500ന്റെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള 37% കമ്പനീസ് ഈ ആഴ്ച റിസൾട്ട്സും കൂടെ കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് മാർക്കറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് കമ്പനീസിന്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. നമ്മളിപ്പോൾ ഡൗ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഫ്ലാറ്റ് തന്നെയാണ്, 0.14% ഡൗൺ ആയിരുന്നു എന്നുള്ള. S&P പ്ലസ് 0.02% അപ്പായിരുന്നു. ഏതാണ്ട് 2025 14 പ്രാവശ്യം ന്യൂ ഹൈ അടിച്ചു S&P 500. നമ്മളിപ്പോഴും എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പറയേണ്ട കാര്യം. നാസ്ഡാക്ക് പ്ലസ് 0.33% അപ്പാണ്. US ഡോളർ ഇൻഡെക്സ് ഇത്തിരി ഭേദപ്പെട്ട ഒരു മൂവ് നടന്നു, 1% കയറി 98.61 ആയി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 97 ആയിരുന്നു എന്നുള്ള. ബ്രെന്റ് ക്രൂഡ് അഗെയിൻ നാം പറഞ്ഞ പോലെ 2.9%, നിയർലി 3% കയറി $70 പെർ ബാരലായിട്ട് നിലനിൽക്കുന്നു എന്നാണ്. ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ വീണ്ടും പറഞ്ഞു ഒരു പുൾ ബാക്കിൻ്റെ സമയമായതുപോലെ നമുക്ക് കാണപ്പെടുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള സെല്ലിംഗ് നടന്നതിനെക്കാട്ടിലും നമുക്ക് കിട്ടുന്ന ഒരു എവിഡൻസ് ലാക്ക് ഓഫ് ബയേഴ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ഡെയിലി ക്ലോസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ അപ്വേർഡ് ഞാൻ നോക്കുന്നില്ല എന്നുള്ള ഡൗൺവേർഡ് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അത് 24,450, 24,500 റെസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം IIP നമ്പേഴ്സ് 10 month ലോ ആണ്, 1.5% ആണ് വന്നതെന്നുള്ള. മേൽ എനിക്ക് തോന്നുന്നു 1.2% ആണെന്നുള്ളൂ. അവിടെ ഒരു എൻകറേജ്മെന്റ് വന്നില്ല എന്നുള്ള. ബട്ട് ഈ പറയുന്ന പോലെ
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനേക്കാളും ഞാൻ വളരെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഈ TCSന്റെ ലേ ഓഫാണ്. ഈ 12,000 പേര്, അതായത് 2% ഓഫ് ഗ്ലോബൽ വർക്ക് ഫോഴ്സിനെ അവർ ബേസിക്കലി അവർ പറയുന്നത് മിഡ് സീനിയർ ലെവൽ, അതായത് 9 to 13 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, പിന്നെ സീനിയർ ലെവലിൽ 13 to 17 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വരുന്ന ആൾക്കാരെയാണ് പറയുന്നത്. അതായത് പറയുന്നത് വെച്ചാൽ കപ്പാസിറ്റിയും അവരുടെ ഡിമാൻഡും തമ്മിൽ, അതായത് ഡിമാൻഡിനേക്കാൾ അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ വർക്ക് ഫോഴ്സ് ആണ്. ഈ വർക്ക് ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഓവറാണ്, കൂടുതലാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അവരുടെ പ്രോജക്ട്സ് ഡിമാൻഡ്സ് വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് അവർ ലേ ഓഫിന് പോയത്, അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല അവരുടെ റീസൺ എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദെൻ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, TCS ഒരു വാല്യൂ ഓറിയന്റഡ് കമ്പനിയാണ്. ഒരു ടാറ്റ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവരൊരു വാല്യൂ ഓറിയന്റഡ് കമ്പനിയാണ്. അവർ പോലും ഒരു ലേ ഓഫിന് പോയിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന കമ്പനികൾ എന്താണ് ചിന്തിക്കുന്ന? ഇൻഫോസിസ്, വിപ്രോ ഉണ്ട്, HCL ടെക് ഉണ്ട്, കോഗ്നിസന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ആമായിട്ടുള്ള എംഫസിസ് ഉണ്ട്, ആക്സെഞ്ചർ ഉണ്ട്, ഇങ്ങനത്തെ പല കമ്പനികളുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ടോപ്പ് ലെയർ കമ്പനീസ് മാത്രമേ ഉള്ളൂ. ഇനി മിഡ് ലെവൽ കമ്പനീസ് ഒരുപാട് താഴേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് ഈ IT ലെവലിൽ സോഫ്റ്റ്വെയർ സർവീസസിലാണ് ഈ ലേ ഓഫ് വരുന്നെങ്കിലും മറ്റേ സൈഡിൽ, അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങി വരുന്നുണ്ടല്ലോ, മെക്കട്രോണിക്സ്, അതായത് മെക്കാനിക്കലും ഇലക്ട്രോണിക്സും കൂടെ ചേർന്ന് എംബഡഡ് സെമി കണ്ടക്ടർ സിസ്റ്റം, ഇപ്പോൾ ടാറ്റ ഇലക്ട്രോണിക്സ്, കെയ്ൻസ് ടെക്നോളജീസ് എന്നുപോലുള്ള കമ്പനികളിൽ റിക്രൂട്ട്മെന്റ് കൂടുകയും IT സോഫ്റ്റ്വെയർ സർവീസസ് സൈഡിൽ ഏതാണ്ട് ജോബ്സ് കുറയുന്നത് പോലെയും കാണപ്പെടുന്നു എന്നുള്ള ഇതൊരു മേജർ റീചേൺ ആണ്. ഇതൊരു ചേണിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിനെ വളരെ സിമ്പിളായിട്ട് TCSന്റെ ഒരു ലേ ഓഫ് ആയിട്ട് മാത്രം ഞാൻ എഴുതിത്തള്ളില്ല. കാര്യം ഇന്ത്യൻ എക്കണോമിയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു നെടുന്തൂണാണ് ഒരു IT ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഏതാണ്ട് എൻ്റെ അഭിപ്രായമാണെങ്കിൽ ശരിക്കും നാസ്കോമിൻ്റെ ഒരു റിപ്പോർട്ട് പറയാം 6 മില്യൺ IT പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ 6 മില്യണിലാണ് ഈ പറഞ്ഞിട്ട് ഇതിൻ്റെ റിപ്പിൾ എഫക്റ്റ് ഉണ്ട് ജാസ്മിൻ. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗുർഗാവൺ, ബോംബെ പോലെയുള്ള സിറ്റികളിലെ റിയൽ എസ്റ്റേറ്റിനെ ഡ്രൈവ് ചെയ്തത് ഈ IT ഇൻഡസ്ട്രിയാണ്. ഒന്നാമത്തെ കാര്യം, ഈ IT ഇൻഡസ്ട്രികൾക്ക് ഒരുപാട് കമേഴ്ഷ്യൽ സ്പേസ് വേണം. ഒന്ന്, അവിടെ ഇത്രയും പേര് വർക്ക് ഫോഴ്സ് ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ജീവിക്കാൻ ഫ്ലാറ്റുകൾ വേണം, ഡിമാൻഡ് വേണം. ഒരു പക്ഷേ IT ഇൻഡസ്ട്രിയെക്കാളും ഏറ്റവും കൂടുതൽ ഡൗൺ ആയത് ലാസ്റ്റ് 2 ദിവസം ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്ടറായിരിക്കും. കാരണം വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റീസിൽ റിയൽ എസ്റ്റേറ്റിനെ ഡ്രൈവ് ചെയ്തിരുന്നത് തന്നെ IT ഇൻഡസ്ട്രി. അപ്പോൾ IT ഇൻഡസ്ട്രി താഴേക്ക് പോകുമ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസ് താഴെ പോകാം. അതിലൊന്നാണ് റിയൽ എസ്റ്റേറ്റ്, രണ്ടാമത് കൺസംഷൻ. ഈ കൺസംഷൻ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയൊക്കെ, ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ EMI കൊടുത്ത് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ഈ പിള്ളേരാണ്, IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിലൊരുപാട് വിഷമമുണ്ട്. ഞാനൊരു IT എന്ന് വന്നത് മാത്രമല്ല, ഒരാൾക്ക് ജോലി പോകും, അതായത് ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് നമ്മുടെ ഒരു നല്ല വിഭാഗം കഴിഞ്ഞ് നമ്മൾ 19 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ മിഡ് ആൻഡ് സീനിയർ ലെവൽ ഒരു ജോലി പോകുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്ലാൻസ് ആയിരിക്കാം ആ കുടുംബത്തിൻ്റെ പോയേ എന്നുള്ളത്. അതായത് നമുക്ക് ആലോചിക്കാം, മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ EMI, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ EMI, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺസ് ഒക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത്. ഒരു കല്യാണം കഴിക്കാത്ത ഗ്രാജുവേറ്റ്സിനാണ് അത് പോയെങ്കിലും പിന്നെ അവർക്കൊരു ചാൻസ് കിട്ടിയത് എന്ന് പറഞ്ഞ് ഒരു ജോബ് ലോസ് നമ്മൾ ഒരിക്കലും സെലിബ്രേറ്റ് ചെയ്യില്ല. അത് ഏത് ഏജ് ക്ലാസ്സിലാണെങ്കിലും അത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമായിപ്പോയി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു IT മിനിസ്ട്രി വിൽ ബി ഇൻ ടച്ച് വിത്ത് TCS. അതിന് വേറെ എന്തെങ്കിലും ഒരു മാർഗം കാണുമെന്നാണ് തോന്നുന്നത്. കാര്യം ഇത് മോർ ഓർ ലെസ് ഒരു ഹ്യൂമാനിറ്റേറിയൻ, സോഷ്യോളജിക്കൽ ആസ് വെൽ ആസ് എ പൊളിറ്റിക്കൽ ഇഷ്യൂ മോർ ദാൻ എൻ എക്കണോമിക് ഇഷ്യൂ എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു വെക്കണം എന്നുള്ള. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മന്ത്ലി എക്കണോമിക് റിവ്യൂ ജൂൺ 2025, അതിനകത്ത് FY26 എക്കണോമി ഹാസ് ദ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ആസ് സ്റ്റഡി ആസ് ഷീ ഗോസ്. അതായത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്റ്റഡി ആയിട്ട് ഷീ ഗോസ് എന്നുള്ള രീതിയിലാണ് എക്കണോമിക് റിവ്യൂ പറഞ്ഞു വെക്കുന്നത് എന്നുള്ള. ബട്ട് ആ റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഫ്ലാഗ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഈ ടാരിഫിൻ്റെ ഒരു അൺസർട്ടനിറ്റി കാര്യം, അൺസർട്ടനിറ്റി കാരണം ഗ്ലോബൽ എക്കണോമി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യ അതിൻ്റെ മിഡിലിൽ തന്നെയാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഒന്ന്, രണ്ടാമത് ഈ റെയർ എർത്ത് മാഗ്നറ്റ്സ് കിട്ടാത്തത് കാരണം, സെമി കണ്ടക്ടർ ചിപ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കാരണവും ഇന്ത്യ ഒന്ന് ഞെരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടെ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ FM സാറ്റർഡേ ആണെന്ന് തോന്നുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ് FM നിർമ്മല സീതാരാമൻ്റെ ഞാൻ കണ്ടിരുന്നു. അതിൽ പറയുന്ന വെച്ചാൽ, അതായത് കമ്പനികൾ, അതായത് പ്രൈവറ്റ് സെക്ടർ പാസീവ് ഇൻവെസ്റ്റ്മെന്റിലേക്കാണ് പോകുന്നത്, അല്ലാണ്ട് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നില്ല. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യാവുന്ന ഒരു പാസീവ് ഇൻവെസ്റ്റ്മെന്റ്. കാര്യം ഓൾറെഡി ആ കമ്പനി അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, അവിടെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, പ്ലാന്റ്, മെഷീനറി, ലാൻഡ്, ലേബർ ഒക്കെ അവിടെയുണ്ട്. അതിനെ പോയി നമ്മൾ മേടിക്കുമ്പോൾ ഒരു 2 പേര് തമ്മിലുള്ള മണി ട്രാൻസാക്ഷൻ മാത്രമേ നടക്കുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് പാസീവ് ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ നമ്മളൊരു എന്താ പറയുക, അതിനെ നമ്മൾ ഒരു ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ, അതായത് സ്ക്രാച്ച് ചെയ്യുന്ന സ്ഥലം എടുത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഫാക്ടറി ഒക്കെ ബിൽഡ് ചെയ്ത് ഒരു എംപ്ലോയ്മെന്റ് ഒക്കെ കൊടുത്തിരിക്കുമ്പോൾ അതൊരു ഗ്രീൻ ഫീൽഡായിട്ട്, അതായത് പുതിയ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഈ ഇന്ത്യൻ കമ്പനീസ് അങ്ങനെ പോവാതെ ഒരു പാസീവ് ഇൻവെസ്റ്റ്മെന്റിൽ കൂടെയാണ് വളരുന്നത്. അതുകൂടാതെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൂടെ ചെയ്തു പോകണം എന്നുള്ളത് ഫിനാൻസ് മിനിസ്റ്റർ ഒന്ന് അഡ്വൈസ് ചെയ്യുന്നു. പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറഞ്ഞു,
അതായത് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂളായിട്ട് നിൽക്കുകയാണ്. ദർ ഈസ് മോർ റൂം ഫോർ മോണിറ്ററി ഈസിങ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൂടി ഒരു ചാൻസ് കൂടി പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇന്ത്യൻ കമ്പനികൾ ശരിക്കും പറഞ്ഞ ഒരു സൈഡിൽ കൂടി ഒരു പ്രശ്നം നടന്നിരുന്നു. ആ സ്റ്റാർ ലിങ്കിന്റെ ഇന്ത്യൻ എൻട്രി ഇലോൺ മസ്കിന്റെ, അത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാലോ 4400 സാറ്റലൈറ്റ് ഓർബിറ്റ് ഓഫ് 540 to 570 കിലോമീറ്റേഴ്സിൽ ഏതാണ്ട് 600 GB ഗിഗാബൈറ്റ്സ് പെർ സെക്കൻഡ് തറവുപുട്ട് ഉണ്ട് ഇന്ത്യയിൽ സ്റ്റാർലിങ്ങിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഒരു ത്രെട്ടായിരുന്നു. അത് റിലയൻസ് ജിയോന്റെ SCS എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, സാറ്റലൈറ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഭാരതി എയർടെലിന്റെ വൺ വെബ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഡൊമസ്റ്റിക് പ്ലെയേഴ്സിനൊക്കെ ഒരു പ്രോബ്ലം ആവോ എന്ന് നമ്മൾ ആലോചിച്ചു. ഒന്നാമത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സെറ്റപ്പ് കോസ്റ്റ് വളരെ ഹൈ ആണ് ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് മിനിമം മന്ത്ലി കോസ്റ്റ് ഒരു 3000 രൂപയെങ്കിലും മിനിമം വരും. അപ്പോൾ ടു 15,000 or 17,000 or 20,000 വരെ വരും. ഇത് കോസ്റ്റ്ലി ആയിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യൻ പ്ലെയേഴ്സിന് എങ്ങനെ അത് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പം മിനിസ്ട്രി ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ പറയുന്ന ഒരു കാര്യം, സ്റ്റാർലിങ്ങിന് ഏതാണ്ട് 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല അവരുടെ സ്പീഡ് 200 Mbps വയ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അത് ആശ്വാസകരമായി ഇന്ത്യൻ ഡൊമസ്റ്റിക് പ്രൊവൈഡേഴ്സിന് എന്നുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ള. ഞാൻ വീണ്ടും പറയുന്നു, മാർക്കറ്റിന്റെ ശരിക്കും പറഞ്ഞാൽ ഇന്റേണൽസ് അല്ലെങ്കിൽ ബാക്ക് ബോൺ ഒക്കെ നല്ലോണം വീക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ടാരിഫിന്റെ ഇഷ്യൂസ് ഉണ്ട്, ഓവർ വാല്യൂഷൻ ഉണ്ട്, ഈ TCSന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു മേജർ റീച്ചങ് തന്നെയാണ് എന്നുള്ളത്. അതായത് ദ വേ വി ഡു ബിസിനസ് വിൽ ഓൾസോ ചേഞ്ച് ഫ്രം ഹിയർ ഓൺ എന്നുള്ളത്. അത് ഒരുപാട് സെക്ടേഴ്സിനെ ഇൻഡയറക്ട്ലി അഫക്ട് ചെയ്യും എന്നുള്ളത് കൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ടാരിഫിന്റെ കാര്യം തന്നെ നമുക്കറിയാലോ, ബ്രിക്സിന്റെ ടാരിഫ് ഉണ്ട്, റഷ്യയുടെ ടാരിഫ് ഉണ്ട്, ഇന്ത്യയും US തമ്മിലുള്ള ഡയറക്റ്റ് ടാരിഫ് ഉണ്ട്. ഇതെല്ലാ കാര്യങ്ങളും കടന്നു പോയി ഏർണിങ്സ് മോശമായിട്ട് കൂടെ നിൽക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ചലഞ്ച് ആണെങ്കിൽ പോലും ഒരു കാര്യം പറയാതെ വയ്യ, മാർക്കറ്റ് സീംസ് ടു ബി ഓവർ സോൾഡ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അഗ്രസീവ് സെല്ലിങ്ങിനേക്കാളും ബയേഴ്സ് കുറവായത് കാരണമാണ് മാർക്കറ്റ് ഈ 2-3 ദിവസമായിട്ട് താഴെ വീണെന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയെങ്കിലും വെച്ച് ഒരു റിലീഫ് ലാരി കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ്. ബട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകണമെങ്കിൽ ദെൻ വി നീഡ് ടു ബി വെരി കെയർഫുൾ എന്നുള്ള ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. യെസ്, ഏതായാലും മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്കും ഈ മിനിറ്റിൽ മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നറിയാനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്നും നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ് നിഖിൽ, നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നിലവിലൊരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ 24,700 എന്നുള്ള ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് നിഫ്റ്റിക്ക്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആയിരുന്നു ആദ്യ മിനിറ്റിൽ. ഇപ്പോൾ അതൊരു മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു നേട്ടത്തിലേക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സിൻ്റെ ഒക്കെ തന്നെ അപ്ഡേറ്റ് എങ്ങനെയാണ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സൂചികകളും ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലാണ് ഇപ്പോൾ ട്രേഡിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50 സംബന്ധിച്ചിടത്തോളം 24,700 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ 31 ഓഹരികൾ ഇപ്പോൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 19 ഓഹരികളാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50യിൽ നിന്ന് ഒരു ഇടിവിലുള്ളത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഫ്ലാറ്റ് പോസിറ്റീവായ നിരക്കിൽ 56,105 എന്ന് പറഞ്ഞ് ട്രേഡിംഗ് നടത്തുന്ന നിഫ്റ്റി ബാങ്കിംഗ് സൂചികയിൽ നിന്നും 7 ബാങ്കിംഗ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുന്നു. 4 കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി 50യിലെ കമ്പനികളുടെ നിലവിലെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ JSW സ്റ്റീലിൻ്റെ ഓഹരികളുടെയും മറ്റും ഭാഗത്ത് നിന്ന് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നു. ഏകദേശം 2% നേട്ടം JSW സ്റ്റീൽ ഓഹരികൾ കാഴ്ചവെക്കുമ്പോൾ ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഓഹരികൾ ഏകദേശം 2.5% മുകളിൽ ഏകദേശം 2.5% എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഓഹരിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. റിലയൻസ് പരിശോധിക്കുകയാണെങ്കിലും ടാറ്റ മോട്ടോഴ്സ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.25% മുകളിലുള്ളൊരു നേട്ടം ഉണ്ടാകുമ്പോൾ ഇന്നിപ്പോൾ ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഓഹരിയും ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. നിഫ്റ്റി 50യിൽ തന്നെ ഇടിവ് നേരിടുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇറ്റേണലിൻ്റെ ഓഹരിയെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.5% മുകളിലുള്ളൊരു ഇടിവ് ഇറ്റേണൽ കാഴ്ചവെക്കുന്നു. SBI ലൈഫ് ഇൻഷുറൻസ് ഓഹരികൾ 0.5% മുകളിലും ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം 0.25% ഒരു ഇടിവും ഉണ്ടാകുന്നു. ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരി പരിശോധിക്കുമ്പോൾ 0.5% മുകളിലുള്ളൊരു ഇടിവും. ഏഷ്യൻ പെയിൻസിൻ്റെ ഓഹരി ഇപ്പോൾ നിലവിൽ പരിശോധിക്കുകയാണെങ്കിലും മാർജിനലായിരിക്കും. അതായത് ഇന്ന് പാദഫലവും മറ്റുമൊക്കെ വരാനിരിക്കുന്ന കമ്പനി ഒരു മാർജിനലായിരിക്കുന്ന ഒരു ഇടിവും നിലവിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കുകളുടെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുമ്പോൾ ഇൻഡസിൻഡ് ബാങ്ക് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയും മറ്റുമൊക്കെ ഓഹരികൾ ഏകദേശം 1.5%-ഓളമുള്ളൊരു നേട്ടം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് 0.5% മുകളിലും പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഓഹരികൾ ഏകദേശം 1% മുകളിലുമുള്ളൊരു നേട്ടം കാഴ്ചവെക്കുന്നു. ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള HDFC ബാങ്കിലേക്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു മാർജിനിലായിരിക്കുന്ന ഒരു നേട്ടം ഉണ്ടാകുന്നു. കാനറ ബാങ്ക് ഓഹരികൾ 0.5%-ഓളം ICICI ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിലാണ് നിലവിലിപ്പോൾ 0.5%-ഓളമുള്ളൊരു ഇടിവ് നിലയിൽ
നിലയിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് നോട്ട് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു സെക്ടേഴ്സിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി IT സൂചിക മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട സെക്ടറുകളിലൊക്കെ ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ തന്നെ ഇന്നലത്തെ ഒരു ഇടിവിന് ശേഷം നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു കരകയറ്റം ഉണ്ടായിരിക്കുന്നു. ഇന്നലെ ഏകദേശം ഒരു 4% മുകളിലേക്കുള്ള ഒരു ഇടിവിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി റിയൽറ്റി ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 1.5% ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. നിലവിൽ 924 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നിഫ്റ്റി റിയൽറ്റി കമ്പനികളുടെയും മറ്റുമൊക്കെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ലോധ ഡെവലപ്പേഴ്സിൻ്റെയും മറ്റുമൊക്കെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3.5% മുകളിൽ ഏകദേശം 3.25% എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു നേട്ടം ഓഹരി കാഴ്ചവെക്കുന്നു. DLF ഓഹരികൾ പരിശോധിക്കുമ്പോൾ 2%, ഒബ്രോയ് റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2% ഉള്ളൊരു 2.5% നേട്ടവും ഉണ്ടാകുന്നു. ഒബ്രോയ് റിയൽറ്റിയും മറ്റുമൊക്കെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ താരതമ്യേന ഭേദപ്പെട്ട ഒരു പാദഫലവും മറ്റുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു നിഫ്റ്റി റിയൽറ്റി സൂചികയിലും ആ സമയത്തും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇടിവ് കമ്പനിയുടെ ഓഹരികളും ഇന്നലെ ഒരു ഇടിവിലേക്ക് നയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാലും ഇന്ന് നോക്കുമ്പോൾ 2.5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.25% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. എങ്കിൽ കൂടിയും ശോഭ ഓഹരികളും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ശോഭയുടെ ഓഹരികൾ 1.5%-ഓളമുള്ളൊരു ഇടിവുണ്ടാകുന്നു. ഫീനക്സ് മിൽസ് 0.25% മുകളിലും മഹീന്ദ്ര ലൈഫ് സ്പേസിൻ്റെ ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 1.5% മുകളിലുമുള്ളൊരു ഇടിവ് നിലയിൽ ഇപ്പോൾ രേഖപ്പെടുന്നു. അടുത്തായിട്ട് മികച്ച ഒരു മൊമെൻറ്റം നിലവിൽ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി മീഡിയ സൂചികയിലാണ്. നിഫ്റ്റി റിയൽറ്റി പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ സൂചികയിലാണ്. നിഫ്റ്റി മെറ്റൽ സൂചിക ഏകദേശം 0.25% മുകളിലൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 9389 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി മെറ്റൽ സൂചിക നിലവിൽ ഒരു ട്രേഡിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. നിഫ്റ്റി മെറ്റൽ സൂചികയിൽ നിന്ന് ജിൻഡാൽ സ്റ്റെയിൻലെസ്സിൻ്റെ ഓഹരികൾ ഏകദേശം 3.5% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ടാറ്റ സ്റ്റീൽ ഓഹരികൾ 0.25%, ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ 0.25% മുകളിലുമുള്ളൊരു നേട്ടം കാണാൻ സാധിക്കുന്നു. വെൽസ്പൺ കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 1.5%-ഉള്ളൊരു നേട്ടം നിലവിൽ വെൽസ്പൺ കോർപ്പറേഷൻ്റെ ഓഹരികളും ഇപ്പോൾ പുലർത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. നിഫ്റ്റി എനർജി സൂചിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിരക്കിൽ തന്നെ ട്രേഡിംഗ് പുരോഗമിക്കുന്നു. ഏകദേശം 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ 140 പോയിന്റുകൾ ഉയർന്ന് 35,156 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി എനർജിയിലും നിലവിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി എനർജിയിലെ കമ്പനികളുടെയും മറ്റുമൊക്കെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ അഡാനി ഗ്രീൻ എനർജി ഓഹരികളും മറ്റുമൊക്കെ ഏകദേശം ഒരു 0.25%-ഓളമുള്ളൊരു നേട്ടം അഡാനി ഗ്രീൻ എനർജി പുലർത്തുന്നു. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് പരിശോധിക്കുകയാണെങ്കിൽ 0.25%-ന് മുകളിലുള്ളൊരു നേട്ടം. ജയപ്രകാശ് പവറിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ 2.25%-ന് മുകളിലുള്ളൊരു മികച്ച പെർഫോമൻസ് ഉണ്ടാകുന്നു. സുസ്ലോൺ ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ 1.25%-ന് മുകളിലുള്ളൊരു നേട്ടം സുസ്ലോണിൻ്റെ ഓഹരികളും നിലവിൽ കാഴ്ചവെക്കുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് ഇന്നത്തെ ഒരു ബ്രോക്കറേജ് റഡാറിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത് ടൊറൻറ്റ് ഫാർമയുടെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ്. ടൊറൻറ്റ് ഫാർമയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ മികച്ച പാദഫലം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആൻറ്റിക്കിൻ്റെ ബ്രോക്കറേജ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആൻറ്റിക്ക് ഒരു ബൈ റേറ്റിംഗ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ടൊറൻറ്റ് ഫാർമയിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റ് പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അപ്ഗ്രഡേഷൻ നടത്തിയിരിക്കുന്നു. മുൻപ് പറഞ്ഞിരിക്കുന്ന 3,960 രൂപയിൽ നിന്ന് നിലവിൽ ഇപ്പോൾ 4,310 രൂപയായിട്ട് ഒരു അപ്ഗ്രഡേഷനാണ് ടൊറൻറ്റ് ഫാർമയിൽ ഇപ്പോൾ ആൻറ്റിക്ക് നടത്തിയിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് നിലവിൽ ഇപ്പോൾ ആൻറ്റിക്ക് ചൂണ്ടിക്കാണിക്കുന്നു. വളരെ ശക്തമായ രീതിയിലുള്ള ഒരു എക്സിക്യൂഷൻ കേപ്പബിലിറ്റി കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ഇപ്പോൾ ടൊറൻറ്റ് ഫാർമയ്ക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കൂടാതെ ബ്രാൻഡഡ് മാർക്കറ്റ്സിലും മറ്റുമൊക്കെയുള്ള ടൊറൻറ്റ് ഫാർമയുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ബ്രാൻഡഡ് മാർക്കറ്റിൽ എസ്പെഷ്യലി പരിശോധിക്കുകയാണെങ്കിൽ മറ്റുമൊക്കെ ബ്രാൻഡഡ് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ഒരു ഔട്ട് പെർഫോമൻസ് നടത്താൻ വേണ്ടിയിട്ട് ടൊറൻറ്റ് ഫാർമയ്ക്ക് സാധിക്കുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ആയിട്ടാണ് നിലവിൽ ഇപ്പോൾ ആൻറ്റിക്ക് വിലയിരുത്തിയിരിക്കുന്നത്. കൂടാതെ JB കെമിക്കൽസിനെയും മറ്റുമൊക്കെ ടൊറൻറ്റ് ഫാർമ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു വാർത്തകളോടും വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് തന്നെ കമ്പനിയിൽ ഉണ്ടാക്കുമെന്നും കൂടുതൽ മെഡിക്കൽ സെഗ്മെൻറ്റിലേക്കും മറ്റുമൊക്കെ ടൊറൻറ്റ് ഫാർമയ്ക്ക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടും ഈ ഒരു അക്വിസിഷന് ശേഷം സാധിക്കുമെന്നുള്ളൊരു കാര്യം നിലവിൽ ഇപ്പോൾ ആൻറ്റിക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. കൂടാതെ US-ലും മറ്റുമൊക്കെ എൻട്രസ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ഡ്രഗും മറ്റുമൊക്കെ കമ്പനിക്ക് വിപണിയിൽ എത്തിക്കാൻ വേണ്ടിയും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ 2026 രണ്ടാം പാദത്തിലേക്ക് കടക്കുകയാണെങ്കിലും കമ്പനിക്ക് ഈ ഒരു ഗ്രോത്ത് മൊമെൻറ്റം US മാർക്കറ്റിലും മറ്റുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നും പറയുന്നു. കൂടാതെ കമ്പനിയുടെ വാല്യൂഷൻ ഫ്രണ്ടിയറിലേക്ക് കടക്കുകയാണെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു വാല്യൂഷനും മറ്റുമൊക്കെ തന്നെ കമ്പനിക്ക് നിലനിൽക്കുന്നു. കൂടാതെ ഒരു
പോസിറ്റീവ് നോട്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ആൻറ്റിക്ക് ഒരു ബ്രോക്കറേജ് റഡാർ അവസാനിപ്പിച്ചിരിക്കുന്നതും പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നിലവിൽ വളരെ അതായത് മികച്ച ഒരു ഏർണിങ്സിനും മറ്റുമൊക്കെ ആയിട്ട് വെൽ പൊസിഷൻഡ് ആണ് ടൊറന്റ് ഫാർമ എന്നൊരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. 2026-28 കാലഘട്ടത്തിലുള്ള ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും കമ്പനിക്ക് മികച്ച രീതിയിലുള്ള ഒരു ഗ്രോത്ത് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ മാർജിൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ കമ്പനിക്ക് ഒരു വളർച്ച കമ്പനിയുടെ മാർജിൻസിലും ഉണ്ടാകും എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ആൻറ്റിക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ജാസ്മിൻ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവായ ഒരു നിരക്കിലുള്ള ഒരു ട്രേഡിംഗ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവയൊക്കെയാണ് ജാസ്മിൻ ഈ മണിക്കൂറിലെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് നൽകിയത്. ഇനി ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ മറ്റ് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഹാർനസ് ഫിൻ ചീഫ് സ്ട്രാറ്റജിസ്റ്റും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ തന്നെ ആദ്യം നോക്കാം. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 24,700 എന്നുള്ള ഒരു ലെവല് വീണ്ടും റീഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സെൽ ഓഫിന് ഇന്നെങ്കിലും ഒരു റിക്കവറി ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിക്ഷേപകരൊക്കെ ഉള്ളത്. ഇന്നത്തെ നിലവിലത്തെ ഈ ഒരു കണ്ടീഷനിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം അണ്ടർടോൺ എങ്ങനെയാണുള്ളത്? തീർച്ചയായും ഇന്ന് ഒരു പ്രതീക്ഷയുള്ള ദിവസമാണെന്നാണ് എനിക്ക് തോന്നിയ അഭിപ്രായം. അത് തന്നെയാണ്. ചെറിയ റിവാലിയെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് വോളറ്റാലിറ്റി വളരെ കുറവാണ് നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ. സോ എനിക്ക് തോന്നുന്ന 24,550 എന്ന് പറയുന്ന അല്ലെങ്കിൽ 24,500 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോഴാണ് ചെറിയൊരു റിക്കവറി സോർട്ട് ഓഫ് റിക്കവറി നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ വലിയൊരു റിക്കവറി ഒന്നും ഇതിന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല, അത് പറയാറുമായിട്ടില്ല. അതിന്റെ ഇമ്മീഡിയറ്റ് നമുക്ക് പറയാൻ കഴിയുന്നത് ചെറിയ റിലീഫ് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു 100 പോയിന്റ്സ് 200 പോയിന്റ്സിന്റെ റിലീഫ് റാലി ആയിരിക്കും. മാക്സിമം പറ്റുന്നത് 24,900 വരെയൊക്കെ ഒരു ഇൻട്രാഡേ പ്ലസ് ഒരു നെക്സ്റ്റ് ഡേ ഒരു റിക്കവറി ആയിരിക്കും ഉണ്ടാവാനുള്ള സാധ്യത നിഫ്റ്റിയില്ല. കാരണം ബാങ്ക് നിഫ്റ്റി അതനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സോ വി എക്സ്പെക്ട് ദാറ്റ് ഒരു അപ്പർ സൈഡ് 24,900 ലെവൽ സെറ്റ് ചെയ്യാറുണ്ട്. അഗെയിൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ 400-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലേക്ക് മാറുന്നുണ്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്. 56,095 എന്നുള്ളൊരു നിലവാരത്തിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുകയാണ്. എസ്പെഷ്യലി ഒരു ഹഡിലായിട്ട് നിലനിൽക്കുന്നത് വന്നിട്ടുള്ള ക്വാർട്ടർലി നമ്പേഴ്സുകളിലൊക്കെ തന്നെ ബാങ്കിങ് മേഖലയിൽ നിന്നും അത്ര ഭേദപ്പെട്ട റിസൾട്ടുകൾ ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് അടക്കം വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫിന് സാക്ഷ്യം വഹിച്ചു. അത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലൊക്കെ തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു കണ്ടീഷനിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇനി ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? കമ്പാരിറ്റീവ്ലി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമ്മളെ ബാങ്ക് ഇൻഡെക്സ് വരുന്നത് പറയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോഴും ടോപ്പിന്റെ അടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നോർമൽ വോളറ്റാലിറ്റി മാത്രമാണ് ഇപ്പോഴും അതിലുള്ളത്. ഈ 56,000 അല്ലെങ്കിൽ 55,000 എന്ന് പറയുന്നത് നല്ല സപ്പോർട്ട് സോൺ ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിനുശേഷം ബ്രേക്കിന് ശേഷം ആ ഒരു സപ്പോർട്ട് സോൺ ആ ഒരു ഏരിയ ആക്ട് ചെയ്യുന്നുണ്ട്. സോ 55,000 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോണാണ്. അതിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പുൾ ബാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് എന്തായാലും അതിൽ സം സോർട്ട് ഓഫ് റിക്കവറി നമുക്ക് അത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നിഫ്റ്റിക്ക്. ബട്ട് അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ബട്ട് എന്റെ ഒരു എക്സ്പെക്ടേഷൻ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വലിയ നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഓപ്പണിംഗിൽ വന്ന ഒരു ഇമ്പൾസീവ് ഒരു കണ്ടിന്യൂ ചെയ്യാൻ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയ റിക്കവറീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഈ സപ്പോർട്ട് സോണിലേക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ്. അതൊരു നോർമൽ ട്രേഡിംഗ് ഫിനോമിന ആയിട്ട് മാത്രം നമ്മൾ കണ്ടാൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഉണ്ടാവും. ഒരു സം സോർട്ട് ഓഫ് പോസിറ്റീവ് ചെറിയൊരു പോസിറ്റീവ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും റിയൽറ്റി സെക്ടറിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ 1% കൂടുതൽ ഒരു മുന്നേറ്റം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം വേസ്റ്റ് പെർഫോമർ ആയിരുന്നത് റിയൽറ്റി ആയിരുന്നു. ഈ 1 മന്തിലത്തെ ഒരു പാറ്റേൺ പരിശോധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ തന്നെ 6% കൂടുതൽ ഒരു നെഗറ്റീവ് റിട്ടേണിലേക്ക് റിയൽറ്റി നീങ്ങിയിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. റിയൽറ്റിയുടെ ഈ ഒരു പെർഫോമൻസിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ റിയാലിറ്റി ഇൻഡെക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു ഒരു റിവേഴ്സൽ ആണ് എന്നുള്ളതാണ് പ്രതീക്ഷ ചെയ്യാൻ കഴിയുന്നത്. കാരണം അതിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അത് പോയിട്ട് ഹൈ പോയതിന് ശേഷം പിന്നീട് ഒരു ഹൈ രണ്ടാമത് കഴിഞ്ഞ വർഷം ഈ 25 ഫസ്റ്റ് മന്തിലാണ് അതിന്റെ ഹൈ ഏറ്റവും ടോപ്പിലേക്ക് പോയിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് വരാൻ അതിന് സാധിച്ചിട്ടില്ല. വരുന്ന എല്ലാ ഹൈയിലും വീണ്ടും താഴോട്ട് റിക്കവറി ആണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇതുവരെ അതൊരു കോൺഫിഡൻസ് ആയിട്ട് ഒരു അപ് ട്രെൻഡ് മൂവ്മെന്റ്സ് ആണ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് ഇത് കഴിഞ്ഞ ഒരു വീക്കിലും സെൽ ഓഫ് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു സപ്പോർട്ട് സോണിന്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് റിക്കവറി ഉള്ള ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇൻഡിവിജ്വലി സ്റ്റോക്സുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചില നല്ല കമ്പനികൾ അല്ലെങ്കിൽ ഡെപ്റ്റ് ഏറ്റവും കുറവായിട്ടുള്ള കമ്പനികളൊക്കെ തന്നെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതൊരു മിക്സഡ് ട്രെൻഡാണ്. ഈ റിയാലിറ്റി ഇൻഡെക്സിൽ കാണിക്കാതെ അല്ലാതെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മിക്സഡ് ട്രെൻഡാണ് ആ സെക്ടറിൽ കാണാൻ കഴിയുന്നത്. ഗുഡ് കമ്പനീസ് കുറച്ചൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റെന്റൽ ഇൻകം ഒക്കെ കിട്ടുന്ന കമ്പനീസ് ഒക്കെ പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. സോ റിക്കവറി അത് നമുക്ക് പൂർണ്ണമായ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് എന്ന് പറയാൻ കഴിയില്ല. ബട്ട് കഴിഞ്ഞ ഈ ലാസ്റ്റ് വീക്കിൽ വന്നിട്ടുള്ള ഒരു ഫോളിൽ നിന്നൊരു റിക്കവറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റിസൾട്ട് വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ബാങ്കിംഗ് മേഖലയിൽ നിന്നുള്ള കമ്പനി ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഇതൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും റിസൾട്ടുകളിൽ അത്ര ഭേദപ്പെട്ട നമ്പേഴ്സ് ആയിരുന്നില്ല. എസ്റ്റിമേറ്റുകൾക്കൊത്ത് ഉയരാനായിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലൊക്കെ തന്നെ 14% ഒരു ഇയർ ഓൺ ഇയർ ഡിപ്പാണ് നമ്മൾ കണ്ടത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 52% ഒരു ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അസറ്റ് ക്വാളിറ്റിയിൽ മെച്ചപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ റിസൾട്ടുകളിലും ഒരു നെഗറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഇപ്പോൾ ഉള്ളതുപോലെയുള്ള ഒരു കൺസോൾട്ടേഷൻ പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ അത് കാണുന്നത്. കഴിഞ്ഞ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു മൂവ്മെന്റ്സും വന്നിട്ടില്ല. 900 എന്ന് പറയുന്ന അപ്പർ ലെവലും ഒരു 750 എന്ന് പറയുന്ന ലോവർ ലെവലിന്റെ ഇടയ്ക്ക് തന്നെയാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. ആ കൺസോൾട്ടേഷനിൽ എന്തെങ്കിലും ഫോൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും താഴോട്ട് പോകാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് സർ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് പോകാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിനെ കുറിച്ചുള്ള എൻക്വയറീസ് വരുന്നുണ്ട്. സാറിൻ്റെ അഭാവത്തിൽ ആ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെ ഒരു എപ്പിസോഡ് സെഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന സ്റ്റോക്ക് ഏതാണ്? ജാസ്മിൻ, അതിനു മുമ്പ് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു വെക്കേണ്ടതായിട്ടിരിക്കുന്നു. അതായത് ഈ IT സ്റ്റോക്സിൽ നല്ലൊരു സെല്ലിംഗ് നടക്കുന്നു. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പുതിയ പൈസ ഇല്ലാതായിപ്പോയി. അതായത് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഈ പറയുന്ന പോലെ ഈ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഈ അൺലൗഡ് ആയിട്ടുള്ള ഒട്ടും പോപ്പുലർ അല്ലാതെ കിടക്കുന്ന സെക്ടറാണ് IT സെക്ടർ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മറ്റുള്ള സ്റ്റോക്സിലൊക്കെ ഇപ്പോൾ ഡിഫൻസിലൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ ഓപ്പറേറ്റേഴ്സ് നമ്മളെ മോഹിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ ഈ സ്റ്റോക്ക് തന്നിട്ട് അവർ രക്ഷപ്പെട്ടു പോയി എന്നുള്ള. അപ്പോൾ എപ്പോഴും ഓവർ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സെക്ടറിനേക്കാളും ഒട്ടും ഫ്ലേവറിലല്ലാത്ത സ്റ്റോക്സിൽ അല്ലെങ്കിൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് IT എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാൻ പോകുന്ന ഒരു ഇഷ്യൂ അല്ല. അതിൻ്റെ ഇഷ്യൂ ഒക്കെ ഇപ്പോൾ TCSന്റെ തന്നെ ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ പറഞ്ഞല്ലോ, എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്തു. ഈ ലേ ഓഫ് ചെയ്യുന്നതോടുകൂടി നമ്മളുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ TCSന്റെ വേറൊരു വശം, ഇത് പറയാൻ പാടില്ലാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ഓൺ ദ സ്ട്രീറ്റ്സ് നടക്കുന്ന സമയത്ത് നമ്മളിത് പറയാൻ പാടില്ല. TCSന്റെ ആസ്പിറേഷൻ മാർജിൻ എത്രയെന്നറിയോ? 26 to 28%. എന്നാൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് 23 to 25%. ഇത്രയും പേരെ ലേ ഓഫ് ചെയ്യുന്നതോടുകൂടി ഇവരുടെ മാർജിൻ എക്സ്പാൻഷൻ നടക്കും എന്നുള്ളത്. അതാണ് മറ്റൊരു ഫ്ലിപ്പ് സൈഡ് എന്ന് പറയുന്നത്, പറഞ്ഞു വെക്കുന്നു എന്നുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് IT സെക്ടർ തീർച്ചയായിട്ടും ഒരു വളരെ വലിയ വാല്യൂ ബൈ ആവും. നമ്മൾ പലപ്പോഴായിട്ട് 2-3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു 6 മാസം ടൈം ഫ്രെയിം ഉള്ള ഒരു വ്യക്തിക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് IT സെക്ടർ എന്നുള്ളത്. സ്പോട്ട്ലൈറ്റ് സ്റ്റോക്സിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലെ കറക്ഷൻ കാരണം ക്യാപിറ്റൽ മാർക്കറ്റ് ബന്ധപ്പെട്ട് തന്നെ ഞാൻ സ്റ്റോക്ക് അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു വ്യക്തി, അവർക്ക് അതിൻ്റെതായ ഒരു സമയമോ നോളജോ ഇല്ലാന്ന് വിചാരിക്കുക. നമ്മളൊരു ഡോക്ടറെ കുറിച്ച് വിശ്വസിക്കുക, ആലോചിക്കുക. ഒരു ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കയറുക, ചിലപ്പോൾ ഒരു വൈകുന്നേരം 6-7 മണിയോടുകൂടിയായിരിക്കും പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ചിലപ്പോൾ സർജറിയൊക്കെ ചെയ്യുന്ന ദിവസം ഈ മണി കൺട്രോളോ അല്ലെങ്കിൽ സീറോദൊക്കെ ഡൗൺലോഡ് ചെയ്ത് വാച്ച് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ പാസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോകും. ആ പാസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ പോകണേ? ഒന്നില്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് വഴിയോ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ മാനേജർ വഴിയോ ആണ് അവർ പോകുക എന്ന് പറയും. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്
നമ്മൾ ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടും പോർട്ട്ഫോളിയോ മാനേജ്മെന്റും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു, കമ്പനികളുടെ റെക്കോർഡ് ബുക്കിൽ നമ്മുടെ പേര് അവിടെ ഉണ്ടാവുന്നു, ഷെയർസ് നമ്മുടെ ഡിമാറ്റിൽ വന്ന് ക്രെഡിറ്റ് ആവും. അതെ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഇതേപോലെ തന്നെയാണ് പ്രോസസ്സ്. അതിൻ്റെ ഇടയിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജർ ഡിസിഷൻ എടുക്കുന്നു, എപ്പോൾ മേടിക്കണം, ഏതൊക്കെ സ്റ്റോക്ക് മേടിക്കണം, എത്ര നാൾ ഹോൾഡ് ചെയ്യണം എന്നുള്ളതൊക്കെ അവർ തീരുമാനം എടുക്കുന്നു. നമ്മൾ പൈസ മാത്രം കൊടുക്കുന്നു എന്നുള്ള. ബട്ട് അവിടെയും ഒരു വ്യത്യാസമുണ്ട്. സ്റ്റോക്സ് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ വന്ന് കിടക്കും, നമ്മളാണ് ഷെയർസിനെ ഡയറക്റ്റ്ലി ഹോൾഡ് ചെയ്യണമെന്നുള്ള. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാം നമ്മുടെ പൈസ മ്യൂച്വൽ ഫണ്ടിന് കൊടുക്കുന്നു, മ്യൂച്വൽ ഫണ്ട് ആ പൈസ ഉപയോഗിച്ച് സ്റ്റോക്കുകൾ മേടിക്കുന്നു, ആ സ്റ്റോക്ക് മേടിച്ച് മ്യൂച്വൽ ഫണ്ടിൻ്റെ പോക്കറ്റിൽ വയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് തരുന്നത് എന്താ? മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റാണ്. അതായത് എൻ്റെ വാച്ച്, എൻ്റെ ചെരുപ്പ്, എൻ്റെ ഷൂ, എൻ്റെ ടൈ, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. അതായത് ഒരു ഇൻവെസ്റ്ററിനും ഈ ഷെയർസ് ആയിട്ട് ഡയറക്റ്റ് ഹോൾഡിംഗ് ഇല്ല, പകരം എൻ്റെ യൂണിറ്റാണ് അവർ മേടിക്കുന്നത്. ഈ സ്റ്റോക്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നു, ഈ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഇവരുടെ യൂണിറ്റുകൾ പെർഫോം ചെയ്യുന്നു, ആ യൂണിറ്റുകളിൽ എൻ്റെ ഫീസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ബട്ട് ആ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്നറിയോ? എന്നും ഞാൻ ആലോചിക്കും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങണമെന്ന്. കാര്യം വെച്ചാൽ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ലയൻ്റ് ആണെങ്കിലും 1000 ക്ലയൻ്റ് ആണെങ്കിലും ഈ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്ത് എല്ലാ സ്ട്രക്ചറും ഉണ്ടാക്കി ടെക്നോളജിയും പീപ്പിളും മാൻ പവറും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലയൻ്റ് ആണെങ്കിലും 5000 ക്ലയൻ്റ് ആണെങ്കിലും ഒരേ എഫേർട്ടാണ്. അതായത് ഇനി 5000 എന്നുള്ള 10000 ക്ലയൻ്റ് ആണെങ്കിലും നമുക്ക് വേറെ ഡിപ്ലോയ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് ദ പ്രോസസ് ആൻഡ് ടെക്നോളജി ഈസ് സെറ്റ്, പീപ്പിൾ ഇസ് ഓൾസോ സെറ്റ് എന്നുള്ള. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉള്ള ഒരു സെക്ടറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അസറ്റ് ലൈറ്റ് ആണ്. അതായത് നമ്മൾ ഈ ക്ലയൻസ് കൂടുന്നതനുസരിച്ച് ആളെ കൂട്ടണ്ട, ബിസിനസ് കൂടുന്നതനുസരിച്ച് ടെക്നോളജി ഒന്നും കൂട്ടേണ്ട കാര്യമില്ല. അത് തന്നെത്താനെ ഇൻക്രിമെൻ്റലി വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഗ്രോ ചെയ്താൽ മതി. ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ ഹൈ ആണെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെ നമ്മൾ പറയുന്ന AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ നമ്മൾ പറയപ്പെടുന്നതെന്നുള്ള. ഈ AMCയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് എപ്പോഴും അസറ്റ് ലൈറ്റ് ബിസിനസ്സുകൾ, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ കുറച്ച് ആൾക്കാരെ മാർക്കറ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളൂ, പോപ്പുലേഷൻ്റെ ചെറിയൊരു ശതമാനം. അത് കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും അത് കൂടുതൽ പേരും പാസീവ് ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് പോലെയുള്ള ഇന്റർമീഡിയറി എക്സ്പേർട്ട് കമ്പനീസിന് വളരെ പ്രോഫിറ്റബിൾ ആണ്, വളരെ വലിയൊരു മാർജിനിലും വോളിയത്തിലേക്ക് അവർ പോകുന്നുള്ളൂ. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റിൽ നമ്മൾ ഫീച്ചർ ചെയ്യുന്നതെന്നുള്ളത്. അത് HDFC AMC ആണ്. ടോപ്പ് 3 AMC കമ്പനികളിൽ ഒന്നാണ് HDFC AMC. പിന്നെ ഉള്ളത് SBIയും ICICI ആണ് മെയിൻ പ്ലെയേഴ്സ് എന്നുള്ളത്. ഏതാണ്ട് HDFC AMC നമുക്കറിയാലോ, മ്യൂച്വൽ ഫണ്ട്സ് ആണ് അവരുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ്. 85 പരം സ്കീമുകൾ അവർക്കുണ്ട്. 85 പരം സ്കീമുകൾ ഉണ്ടെന്ന് മാത്രമല്ല 8.7 lakh crores ഓഫ് അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് ഉണ്ട്. ഈ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് ആണ്, ആ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു മാനേജ്മെന്റ് ഫീ ആണ് ഈ AMCയുടെ റവന്യൂ എന്ന് പറയുന്നത്. പല ടൈപ്പിലുള്ള ഫണ്ട്സ് ഉണ്ട് അവർക്ക്. ഒന്ന് ഇക്വിറ്റി ഫണ്ട്സ് മാത്രമുണ്ട്, അതായത് ആൾക്കാരുടെ പൈസ ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം, ഇക്വിറ്റീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇക്വിറ്റി ഫണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഫണ്ട് ഉണ്ട് ഡെറ്റ് ഫണ്ട്. ഡെറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഡെപ്റ്റിലോ ഫിക്സഡ് ഇൻകമിലോ ബോൺഡ്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഹൈബ്രിഡ് ഫണ്ട്സ്. ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് രണ്ടും ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ആവും, ചിലപ്പോൾ 80-20 അല്ലെങ്കിൽ 60-40 എന്നുള്ള റേഷ്യോയിലായിരിക്കും ചെയ്യണേ. അതാണ് ഹൈബ്രിഡ് ഫണ്ട്. അതിൻ്റെ കുറച്ച് പാർട്ടി ഇക്വിറ്റി ആയിരിക്കും, കുറച്ച് പാർട്ടി ഈ പറഞ്ഞ പോലെ ബോൺഡ്സും ഫിക്സഡ് ഇൻകമും ആയിരിക്കും എന്നുള്ളത്. നാലാമത്തെയാണ് ലിക്വിഡ് ഫണ്ട്സ്. ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ബോറോയിങ്, അതായത് ഒരു ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, ഒരു മാസത്ത് വേണ്ടി പൈസ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫണ്ടാണ് ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. ഇതൊന്നും കൂടാതെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇൻഡെക്സ് ഫണ്ട്, അതായത് നിഫ്റ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള. പിന്നെ അത് കഴിഞ്ഞ് തീമാറ്റിക് ആയിട്ടുള്ള ഫണ്ടുകളുണ്ട്. തീമാറ്റിക് എന്ന് പറയുമ്പോൾ കൺസംഷൻ സ്റ്റോറി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സ്റ്റോറി, മേക്ക് ഇൻ ഇന്ത്യ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് പല പെർമിറ്റേഷൻ. ബട്ട് അതിൻ്റെയൊക്കെ അണ്ടർലൈനിങ് വീണ്ടും ഇക്വിറ്റിയും സ്റ്റോക്സും തന്നെയാണെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു ടെയിൽ വിൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ 12 lakhsോളം നമുക്ക് ഇൻകം ടാക്സിൻ്റെ കട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുണ്ട്. അത് മാത്രമല്ല പോപ്പുലേഷൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും, ആൾക്കാരിൽ അവയർനെസ് വരും, കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിങ്ങിലേക്ക് വരുന്നതോടുകൂടി മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഗ്രോത്ത് ഭയങ്കര എക്സ്പോണൻഷ്യലായിട്ട് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇന്ത്യയിലെ ഇക്വിറ്റി കൾച്ചർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 2020 അല്ലെങ്കിൽ 2019 നല്ല രീതിയിൽ ആൾക്കാർ ഇൻവോൾവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിനെ സിംപ്ലിഫൈ ആണ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്. അതായത് നമ്മളൊരു അക്കൗണ്ട് തുറക്കണം ഇതൊന്നുമില്ല, നമ്മൾ മ്യൂച്വൽ ഫണ്ട് മേടിച്ചാൽ മതി. നമ്മൾ ഒരിക്കലും ആലോചിക്കേണ്ട ഏത് സ്റ്റോക്ക് മേടിക്കണം, എന്താണ് വാല്യൂഷൻ, ഇതെല്ലാം മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർ എക്സ്പേർട്ട് ഇരുന്ന് ഡിസിഷൻ എടുത്തോളും എന്നുള്ളതാണ്.
ഈ കമ്പനി ഏതാണ്ട് 5560 ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് ക്യാപ്പ് ഏതാണ്ട് 1,18,000 കോടിയിലാണ് ട്രേഡ് ചെയ്യണത്. ഈ 5500 കോടി എന്ന് പറഞ്ഞ് ജനങ്ങൾ ആരും പേടിക്കരുത്. 5000-ന്റെ ഒരു സ്റ്റോക്ക് മേടിച്ചാലും 50-ന്റെ 100 സ്റ്റോക്ക് മേടിച്ചാലും നമുക്ക് ആവശ്യമുള്ള എത്ര രൂപയാണ്? 5000 രൂപയാണ്. ഈ രണ്ടിലും 10% കയറി കഴിഞ്ഞാൽ ഒരേ പൈസ ആയിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ക്വാളിറ്റിയാണ് നിങ്ങൾ മേടിക്കേണ്ടത്, അല്ലാണ്ട് ക്വാളിറ്റി അല്ല എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ബ്രോക്കറേജസിൻ്റെ അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് നോക്കുകയാണെങ്കിൽ മോട്ടിലാൽ ഓസ്വാൽ പറയുന്ന ടാർഗറ്റ് 6400 ആണ്, പ്രഭുദാസ് ലീലാധർ 5700 ആണ്, ICICI ഡയറക്റ്റ് 6500 ആണ്. ഈ ബിസിനസ് മോഡൽ, അതായത് അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ബിസിനസ് മോഡലിൽ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് വരാൻ പോകുന്ന 3 കൊല്ലം 5 കൊല്ലം 10 കൊല്ലം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ AMC സ്റ്റോക്സിനെ അല്ലെങ്കിൽ ഈ ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ള. നമ്മൾ ഈ പറയുന്ന HDFC AMC എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഒരു സോളിസിറ്റേഷൻ അല്ല, അഡ്വൈസും അല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അക്കാഡമിക് പർപ്പസിൽ എന്താണ് AMC കമ്പനി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HDFC AMC കൊണ്ടുവന്ന്. നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിനെ മാത്രം കണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു ഡിസ്ക്ലെയിമറും കൂടി, എനിക്കോ ജാസ്മിനോ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഞങ്ങൾക്കോ ഞങ്ങളുടെ റിലേറ്റീവ്സിനോ ഇതിൽ ഹോൾഡിംഗ് ഇല്ലെന്നും കൂടി പറഞ്ഞു വയ്ക്കും. താങ്ക് യു. യെസ്, ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.